തൃശൂരിൽ നടന്ന ATM കവർച്ചയ്ക്ക് പിന്നിൽ വൻ ആസൂത്രണമെന്ന് പോലീസ് അന്വേഷണ സംഘം. ഹരിയാനയിൽ നിന്നെത്തിയ കവർച്ചാ സംഘം തൃശൂരിലെ ATM കൊള്ളയടിക്കാനായി ഒരു മാസം മുൻപേ പദ്ധതി ആസൂത്രണം ചെയ്തുവെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ഹരിയാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ATMകൾ മുൻപ് കൊള്ളയടിച്ചതായും ഹരിയാനക്കാരെ പ്രതികൾ പറഞ്ഞതായും പോലീസ്. അതേസമയം പ്രതികളുമായി നാളെ ATMകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തൃശൂരിലെ 3 ATMകൾ തകർത്ത് 66 ലക്ഷം രൂപ കൊള്ളയടിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കവേ തമിഴ്നാട് പോലീസ് പിടികൂടിയ ഹരിയാന സ്വദേശികളായ 5 പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ എത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തൃശൂർ ഈസ്റ്റ് പോലീസ് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. പോലീസ് അന്വേഷണ സംഘം നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഹരിയാന സംഘത്തിൻ്റെ ATM കവർച്ചയിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഹരിയാനയിൽ നിന്നെത്തിയ കവർച്ചാ സംഘം തൃശൂരിലെ ATM കൊള്ളയടിക്കാനായി ഒരു മാസം മുൻപ് തന്നെ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. ഹരിയാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ATMകൾ മുൻപ് കൊള്ളയടിച്ചതായും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. മോഷ്ടാക്കൾ ഹരിയാനയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയത് ഈ മാസം 25-ന് 3 സംഘങ്ങളായാണ്. സുബൂർ കാന്ത്, സൗക്കിൻ എന്നിവർ ഫ്ലൈറ്റ് മാർഗത്തിൽ ഹരിയാനയിൽ നിന്നും കോയമ്പത്തൂരെത്തി. മുഹമ്മദ് ഇക്രം, ഇർഫാൻ സുക്കൂർ, അസ്കർ അലി എന്നിവർ കാറിൽ കോയമ്പത്തൂരിലെത്തി. ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രക്കുമായി എത്തിയത് മുബാറക്കും ജുനദീനുമായിരുന്നു. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് കോയമ്പത്തൂരിൽ വെച്ച് ഒന്നിച്ചു ചേർന്നു. ഇവിടെ വെച്ച് കാർ ട്രക്കിൽ കയറ്റി കവർച്ചാ സംഘം കോയമ്പത്തൂർ, പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തി. മണ്ണുത്തിയിൽ നിന്നും കാർ പുറത്തിറക്കിയ സംഘം ഗൂഗിൾ മാപ്പ് നോക്കി ചാലക്കുടി, ഇരിങ്ങാലക്കുട വഴി മാപ്രാണത്തും പിന്നീട് ഷൊർണൂർ റോഡിലും കോലഴിയിലുമെത്തി കവർച്ച നടത്തുകയായിരുന്നുവെന്നും പ്രതികൾ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. കവർച്ചയുടെ പ്രധാന ആസൂത്രകൻ മുഹമ്മദ് ഇക്രമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. മോഷണമുതലുമായി കടന്ന കവർച്ചാ സംഘത്തെ മാടക്കത്തറ വരെ കേരള പോലീസ് ട്രാക്ക് ചെയ്തു. പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ട ലോറിയുടെ ചിത്രം കേരള പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറി. തമിഴ്നാട് പോലീസ് പ്രതികളെ കണ്ടെത്തുന്നത് നാമക്കൽ കുമാരപാളയത്ത് നിന്നായിരുന്നു. കുമാരപാളയത്ത് നിന്ന് നാട്ടുകാരെയും പോലീസിനെയും കബളിപ്പിച്ച് രക്ഷപ്പെട്ട പ്രതികൾ പോലീസുമായി ഏറ്റുമുട്ടുന്നത് സന്യാസിപ്പടിയിൽ വെച്ച. പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ വെടിയുതിർത്തത് കുമാരപാളയം ഇൻസ്പെക്ടറായിരുന്നു. 7-അംഗ കവർച്ചാ സംഘത്തിലെ എല്ലാവരും പഴയ ATM മെഷീനുകൾ തകർത്ത് മോഷണം നടത്താൻ പരിശീലനം നേടിയവരാണ്. ഹരിയാനയിലെ ബൽവാൾ ജില്ലയിൽ ഇവരുൾപ്പെടുന്ന കവർച്ചാ സംഘത്തിൽ അംഗങ്ങളായി 500-ലധികം പേർ ഉണ്ടെന്നും പോലീസിന് അന്വേഷണത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. കൈലി ന്യൂസ്, തൃശൂർ.